അവന്റെ രണ്ട് ചെവിന്റെ കഴുത്തു അവനായി പിറന്നോല ദൈവം രണ്ടെണ്ണം ഒന്നും എനിക്കും കൊണ്ടോ ചെയ്യിഷ്ട ഒരു ചെവി എനിക്കും അപ്പൊ ആർക്കാ കണ്ടറിയപ്പോ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെവി ഞാൻ കടിച്ചിട്ടാ പോലെ കണ്ടത് ബ്ലഡ് ആണോ അതില് ബ്ലഡ് മാർക്കോ ചെവി അടിക്കട്ടെ ആകെ 2 ചെവികളുള്ളത്. ഓക്കെ അപ്പൊ മാർക്കോ കണ്ടിറങ്ങി. വയലന്റ്, ദ മോസ്റ്റ് വയലന്റ്, എക്സ്ട്രാ വയലന്റ്, ഓവർ വയലന്റ്. അങ്ങനെ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള മാർക്കോ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഭയങ്കര അഭിപ്രായമാണ്. എല്ലാവരും ഉണ്ണിമുകുന്ദനെ ഭയങ്കരമായിട്ട് വനോളം പൊക്കി ഉയർത്തുന്നുണ്ട്. നല്ല സിനിമ തന്നെയാണ്. ഭയങ്കര വയലൻസ് ഒക്കെ ആയിട്ട് ഇതുവരെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള വയലൻസ് സിനിമ, അതായത് കില്ലിന് ശേഷം എന്ന് വേണേൽ പറയാം, ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അത്രയ്ക്കും വയലൻസോടുകൂടി ഭയങ്കര എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള 18+ ആണ് സിനിമ. അത് ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ചെറിയ കുട്ടികളൊന്നും പോയി കാണാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണനെ ചെറുതായിട്ടൊരു പഴയ ഓർമ്മയുണ്ടോ? നമ്മുടെ ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജന്റ് ചെറിയൊരു ഇഷ്യൂ നടന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം അറിയില്ലെങ്കിൽ, അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന ഉണ്ണിമുകുന്ദനെയും ഈ സിനിമയെയും പിന്നെ മാളികപ്പുറമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ പെൺകുട്ടിയെ എല്ലാം കുറിച്ച് ഒരു വീഡിയോ, 3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 വീഡിയോ കണ്ടിട്ട് ഉണ്ണിമുകുന്ദൻ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ ഫോൺ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പച്ചത്തെറി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സീക്രട്ട് ഏജന്റിനെ പൂര ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സീക്രട്ട് ഏജന്റ് ശരിക്കും ഒന്ന് ഏറിപ്പോയതാണ്. സംഭവം ചങ്ങായി തിരിച്ചെന്തൊക്കെയോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ തെറിക്ക് മുന്നിൽ സീക്രട്ട് ഏജന്റ് അന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നല്ലോണം ഏറിപ്പോയതാണ്. അന്ന് മുതൽ സീക്രട്ട് ഏജന്റ് നമ്മുടെ ഉണ്ണിമുകുന്ദനെ അത്ര പിടിക്കൂല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മാർക്കോൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ പറയുന്ന മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു മെയിൻ സാധനം തന്നെയാണ് ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂവിൽ ആദ്യം കാണിച്ചിട്ടുള്ളത്. അറിയാലോ, ഈ പറയുന്ന മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ചെവി അടിച്ചിരുന്ന അങ്ങനെ സംതിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ആദ്യം തന്നെ എടുത്ത് കളിയാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ സിനിമ നല്ലതാണെന്ന് ആളുകൾ പറയുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ചങ്ങായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. പക്ഷേ ഇടയിലൂടെ ഇങ്ങനെ പടം അത്ര പോരാ, പിള്ളേർ കാണാൻ പാടില്ല, ഇതിൽ വലിയ കഥയില്ല, പാസമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് നിന്ന് മെഴുകുന്നുണ്ട്. സംഭവം എല്ലാവരും നല്ലത് പറയുന്നുകൊണ്ട് എനിക്ക് മോശം പറയാനും പറ്റൂല. അതുകൊണ്ട് കുറച്ച് നല്ലത് പറഞ്ഞേക്കാം. അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ണിമുകുന്ദൻ്റെ അസ്ഥാനത്തുള്ള ഡയലോഗ് അതൊക്കെ വെറും ബോറായിപ്പോയി. അങ്ങനെ നല്ലതാണോ എന്നാൽ നല്ലതല്ല, നല്ലതല്ലേ എന്നാൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് നിന്ന് മെഴുകുന്ന ഒരു റിവ്യൂ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിവ്യൂ ഒന്നും കണ്ടിട്ട് പോകാൻ നിൽക്കരുത്. നിങ്ങൾ വേണം സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ വേണേൽ കണ്ടോ. ഈ ചങ്ങായിയല്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഓരോ റിവ്യൂ വരെ ഇടുന്നത്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് പോസിറ്റീവ് റിവ്യൂ ആണല്ലോ. പക്ഷേ നിങ്ങൾ ആ റിവ്യൂവിൻ്റെ ഇടയിലൂടെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചങ്ങായി പോസിറ്റീവ് റിവ്യൂ പറയുന്നത് പോലെ നൈസായിട്ട് ഉണ്ണിമുകുന്ദനിട്ടും അല്ലെങ്കിൽ പ്ലോട്ടിനെ കുറിച്ചും കഥയെക്കുറിച്ചും പിന്നെ അതിൻ്റെ ഇടയിലൂടെ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നെഗറ്റീവ് അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പം ചോദിക്കും, റിവ്യൂ ആകുമ്പോൾ അങ്ങനെയല്ലേ, ചിലപ്പോൾ പോസിറ്റീവ് പറയും, ചിലപ്പോൾ നെഗറ്റീവ് പറയും. അതൊക്കെ സത്യം തന്നെ. പക്ഷെ എന്നാലും സീക്രട്ട് ഏജന്റ് ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയെ കുറിച്ച് പറയുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പം ചങ്ങായി ഇങ്ങനെ ഈ പറയുന്ന റിവ്യൂവിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കലക്കി അങ്ങോട്ട് ഒരു അവിയൽ പരുവത്തിൽ തന്നിട്ടുണ്ട്. ഈ ഒരു റിവ്യൂവിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇപ്പോഴും ഉണ്ണിമുകുന്ദനോടുള്ള ആ ഒരു ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ഉണ്ണിമുകുന്ദൻ വിളിച്ച തെറി വെറുതെ പാഴായി പോയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള വിളികൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചങ്ങായി പറയുന്നുണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസിൽ തന്നെ പോയിട്ടാണല്ലോ കാണുക.
അപ്പോൾ ആ ഒരു അതായത് ഭയങ്കര വയലൻസ് ആണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇത് ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ അതൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും കഥയിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ ഇതിന് മുമ്പ്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കര എക്സ്പെക്റ്റേഷൻസിലൂടെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, ചങ്ങായി ഇഷ്ടത്തോടു കൂടി പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ. അവിടെ പോയിട്ട് എന്തായിരുന്നു അവസ്ഥ? അവിടെ പോയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ തെറ്റിച്ച് അവിടെ ഒരു ഒരു കുഞ്ഞി സായിക്കുട്ടനായിട്ട് നിന്നിട്ട് വന്ന ആളല്ലേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പലതും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷേ അതെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയെ ഇതിലും അങ്ങ് വലുതായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അത് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും വിടുക. ഫസ്റ്റ് ഡേ അല്ലേ, ആളുകൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ 4 ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ നല്ലത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ വന്ന് ഇതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രഡ്ജൊക്കെ തീർക്കുന്ന രീതിയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ പറയുന്ന പടം നല്ല പടമാണെങ്കിൽ, നല്ല പടമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാനും കണ്ടപ്പം നല്ല പടമായിട്ടാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്നത് അത്ര നല്ല പരിപാടിയാണോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജൻറ്റും തമ്മിൽ ഇത്രയ്ക്കെല്ലാം പ്രശ്നം വരാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോൻ്റെ പുറകിൽ ഇതിൻ്റെ ബാലായിട്ട് ഞാൻ പണ്ട് ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജൻറ്റും തമ്മിൽ ഫോണിൽ സംസാരിച്ച ആ ഒരു തെറീൻ്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഞാൻ വെക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ശരിയാ, സീക്രട്ട് ഏജൻറ്റിന് ഈ ജന്മത്ത് ഉണ്ണി മുകുന്ദനോട് ഉണ്ണി മുകുന്ദൻ്റെ സിനിമയെക്കുറിച്ച് 100% ജെന്യുവിനായിട്ടൊന്നും റിവ്യൂ പറയാൻ പറ്റൂല എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ഒരു വീഡിയോൻ്റെ അവസാനം പോയിട്ട് അത് വേണം കണ്ടോട്ടോ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഇട്ടോ. അതായത് എന്താണ് ശരിക്കും സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത്, പോസിറ്റീവ് റിവ്യൂ ആണോ നെഗറ്റീവ് റിവ്യൂ ആണോ എന്നുള്ളത് നിങ്ങൾ ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂവും കൂടെ കണ്ടിട്ട് ഒന്ന് പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ റിവ്യൂ കണ്ടിട്ട് കുറച്ചൊക്കെ പോസിറ്റീവിലൂടെ പോയി കുറച്ച് സൈഡിൽ കൂടെ നെഗറ്റീവ് എല്ലാം അടിച്ച് ഉണ്ണിമുഖം തന്നെ അങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് പറയാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നേ, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ആരും എന്നെ കിക്കടിച്ചേക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഉന്നതിയിൽ നിൽക്കുന്നവരെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളത് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ് കൂടി, അതായത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കുറേ കമൻറ്റ് ഇട്ടിട്ടുള്ളവരും അവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ 1-2 കമൻറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. ഓക്കെ, എന്തിനാണ് ആശാനെ ഉണ്ണിമുകുന്ദനോട് ഈ അസൂയ? അയാൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും സൗന്ദര്യം കൊണ്ടും ജനപ്രീതി കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ താങ്കളേക്കാൾ വളരെ മുകളിലാണ്. താങ്കൾക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ലെവലിൽ. നിങ്ങൾ നിങ്ങളുടെ ലെവലിലുള്ള സുഹൃത്തുക്കളോടോ അയൽപ്പക്കക്കാരോടോ അസൂയ കാണിക്കൂ, എന്നാലല്ലേ കാര്യമുള്ളൂ എന്ന് ഒരു ചങ്ങായി, സന്ദീപ് സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ കമൻറ്റുകളൊന്നും നമ്മുടെ സായി അണ്ണൻ നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ കണ്ടിട്ട് അടുത്ത റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കണ്ടാന്നേ 2 പേർക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന മാർക്കോൻ്റെ ടിക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിമുകുന്ദനോട് അങ്ങനെ അത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇനിയിപ്പം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഏതായാലും ഇങ്ങനെ പറയുമല്ലോ, എന്നാൽ പിന്നെ 2 ടിക്കറ്റൊക്കെ കൊടുത്ത് നൈസാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും 2 ടിക്കറ്റ് ഫ്രീ ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ അടുത്തൊരു കമൻറ്റും കൂടെ വായിക്കാം. സത്യം, അണ്ണൻ പറഞ്ഞതിലും കാര്യമുണ്ട്. പണ്ട് ഇതേപോലെ ഓവർ ഹൈപ്പിൽ ഒരാൾ ബിഗ് ബോസിൽ പോയതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. അയ്യോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്.
ശരിയാ. പിന്നെ ഡൊമക്സിന്റെ പരസ്യത്തിൽ ലാസ്റ്റ് കാണിക്കുന്ന 2 കൃമികൾ. പാവം ജിത്തു അണ്ണനും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അല്ല, ജിത്തു അണ്ണനും പറയുന്നുണ്ട്. അന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് ജിത്തു അണ്ണനും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിവേ എന്തായാലും മൊത്തത്തിൽ നെഗറ്റീവാണ്. 4 ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോ ആണ് അതിൻ്റെ അടിയിൽ. ഇപ്പോൾ പിന്നെ പുള്ളീനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അരി തന്നെയാണല്ലോ മുഖ്യം. ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും അരിയാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ കമൻ്റ് ഇടുന്നവരിങ്ങനെ വന്ന് കമൻ്റ് ഇട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിവേ ചിലപ്പോൾ ഇത് പുള്ളീൻ്റെ ഒരു സ്ട്രാറ്റജി ആവാം. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് കുത്തിപ്പൊക്കി ആ ഒരു കണക്ഷൻ വരുമല്ലോ. അതായത് ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജൻറ്റ് തമ്മിലുള്ള പ്രശ്നം, എന്നിട്ട് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഓക്കെ, കോക്കിൻ്റെ റിവ്യൂ കണ്ടു. അദ്ദേഹം നല്ലതാണ് പറഞ്ഞത്. സിനിമ കണ്ട പ്രേക്ഷകർ എല്ലാവരും നല്ലത് പറയുന്നു. താങ്കളുടെ പേഴ്സണൽ വൈരാഗ്യം താങ്കളുടെ ഈ റിവ്യൂവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പടം സൂപ്പർ ഹിറ്റ് ആവും. ഇപ്പോൾ ഏകദേശം പടമൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് തന്നെയാണ് ഓടുന്നത്. ആളുകൾ, അതായത് 18 വയസ്സിന് മേലെയുള്ളവരെല്ലാം വന്ന് കണ്ട് ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. കാരണം KGF പോലെ അല്ലെങ്കിൽ KGFനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു പടം തന്നെയാണ് എന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. എനിവേ എന്തായാലും സീക്രട്ട് ഏജൻറ്റിന് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ണി മുകുന്ദൻ്റെ ഭാഗം മാത്രം കുറച്ച് പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. ഇനി എന്തായാലും നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് പോകരുത്. ഒരപേക്ഷയാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഈ പറയുന്ന റിവ്യൂ എല്ലാം കണ്ടിട്ട് റിവ്യൂ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ്, അല്ലെങ്കിൽ അല്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ സംഭവം എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വോയിസ് ഞാൻ ഇതിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് വേണം കണ്ടോട്ടാ. ഓക്കെ, അതൊന്നുമില്ല, പറഞ്ഞോളൂ. ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്തോ. ഞാനേ പറയൂ. നിങ്ങൾ മാളികപ്പുറത്തിന്റെ 3 വീഡിയോസ് ഇട്ടിട്ടല്ലേ? 1, 2, 3 യെസ്, 3 വീഡിയോ. 3 ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വിട്ടു, ഓക്കെ. സെക്കൻഡ് വിട്ടു. ബ്രോ എന്തെങ്കിലും പേഴ്സണൽ ആയെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല ബ്രോ. കാരണം ബ്രോ എന്റെ ബ്രോന്റെ ഇതിന്റെ മുമ്പത്തെ സിനിമ അല്ലേ മേപ്പടിയ, അതിന് ഞാൻ 4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് പേര് അത് ഇങ്ങനെ ഒരുപാട് ആ സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഡീഗ്രേഡ് ചെയ്തു. ഹലോ, ആ ടൈമിൽ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായോ ആ ടൈമിലോ? ആ ടൈമിലല്ലോ ഈ വീഡിയോസ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ അതർവൈസ് ഓൾസോ? നത്തിങ്. ഐ ഹാവ് നത്തിങ് ഇൻ പേഴ്സണൽ. ലൈക്ക് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഈ സിനിമ കാണുന്നില്ല, അല്ലാതെ എനിക്ക് നിങ്ങൾ ഒരു തരത്തിലും പേഴ്സണലി അറിയില്ലല്ലോ. പേഴ്സണലി ഞാൻ വളർന്ന സാഹചര്യം എങ്ങനെയാണ്, എനിക്ക് എന്റെ ഒരു എന്താ പറയാ ഒരു സെൽഫിഷ് തോട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പാടില്ല എന്നോ? ഇല്ല, യു ഹാവ് ഓൾ റൈറ്റ്സ്. I have all the rights, right? Do you think I should be politically correct or incorrect all the time? No, nothing. You can tell anything. അതാ ഞാൻ പറഞ്ഞത്. It is wrong if I be ഞാനൊരു ബിലീവർ ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അങ്ങനെയുണ്ടോ? നത്തിങ് ബട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ. ലൈക്ക് ഒരു ബ്രോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയാ, യെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തനാണോന്ന് ചോദിച്ചപ്പോ യെസ് ഐ എം എ ഭക്തൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഹ്യൂമിലിറ്റി കൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇരുന്നിട്ട് ഈ പേഴ്സണലി ഇത്രയും സ്ക്രൂ ചെയ്യാനുള്ള നിങ്ങൾക്ക് കാരണം എന്താ? നിങ്ങളിപ്പോ പറയുന്നത് ഓൾറെഡി സ്പോക്കൺ, ലെറ്റ് മീ സ്പീക്ക്. ഞാൻ ഈ സിനിമ ചെയ്ത് വിശ്വാസം വിറ്റ് അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞത്. ഭക്തി വിറ്റിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും? ഞാൻ ഈ പടത്തിലെ ആരാണ്? പൈസ ഉണ്ടാക്കിയെന്നല്ല, ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഭക്തിയാണ് പടത്തിന്റെ പ്രൊമോഷൻ. എനിക്ക് തോന്നിയതാ സിനിമ ചെയ്തു. ആ സിനിമയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ്, മാളികപ്പുറം എന്നൊരു കുഞ്ഞിന്റെ കഥയാണ് അല്ലേ? ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ ഇതിനെ നിൽക്കാൻ നോക്കിയത്? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻസിഡന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് മാൻലി ആയിട്ട് സംസാരിക്കാൻ നീ പറഞ്ഞില്ലേ? ഞാൻ എന്ത് മാൻലി ആയിട്ടാ? നീ എന്നോട് പറഞ്ഞതെന്താ? മാൻലി ആയിട്ട് സംസാരിക്കണം,
പൊന്നു ബ്രോ കാര്യങ്ങൾ പറയണം. തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും? ഞാൻ അല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ സായി, ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഉരുട്ട് കളിക്കരുത്. എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പറയാൻ പോണേ. ഐ ഹാവ് ലിസൺഡ് ഇനഫ്, ലെറ്റ് മീ സ്പീക്ക് ഓൾസോ. ഞാനും സംസാരം കേട്ടു ഇപ്പൊ. ഐ എം നോട്ട് ഹിയർ ടു ലിസൺ ടു യുവർ ബുൾഷിറ്റ്. ഐ ഹേർഡ് Then why you have called me, yaar? Why you are using abusive language? Did I? നീ എന്നോട് എന്താ പറഞ്ഞ മകരസംക്രാന്തി സ്റ്റാറോ? എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ പറയുന്നത്? എന്റെ പൊന്നു ബ്രോ, ഇവിടെ എത്രയോ ആളുകൾക്ക് എത്രയോ പേര് നീ വീഴുന്നു. ആരാ ഇങ്ങനെ പറയാൻ? എന്റെ ഇഷ്ടം, എന്റെ ചാനൽ ബ്രോ. എന്റെ ഇഷ്ടം. ഓക്കെ, എന്റെ ഇഷ്ടം, എന്റെ ചാനൽ ബ്രോ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഒഫൻഡീവ് ആവേണ്ട ആവശ്യമുണ്ടോ? മകരസംക്രാന്തി സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമാണോ? ഡു യു ഫീൽ ഇറ്റ്സ് എ ബാഡ് തിങ്? ഇങ്ങോട്ട് നീ അധികം ഉണ്ടാക്കണ്ട. ഞാൻ ഒരു കാര്യം പറയും. അത് പറ്റില്ലല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് താ സിനിമാ നടനാന്ന് വിചാരിച്ചിട്ട് എന്നെ വളർത്തിയ രീതികള് ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞോ? ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞോ? ആ കൊച്ച് ഒരു സിനിമയിൽ അഭിനയിച്ച ആ കൊച്ച് ആദ്യമായിട്ട് അവളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് എന്തിനാ കുഴപ്പമാണ്? ഞാൻ ആ കുട്ടിയെ പറഞ്ഞു. നിന്റെ വിചാരം എന്താ? മറ്റുള്ളവർ പറയുന്ന പോലെ ഞാൻ കേട്ടിരിക്കുന്നാണോ? താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നിനക്ക് മാൻലി ടോക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? മാൻലി ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്കും അറിയാം പടി. ഓക്കെ, എന്റെ വീട് മലപ്പുറം കോൽമണ്ണ. അന്ന് വാ, നേരിട്ട് വാ. അയ്യോ എടാ മോനെ, ഞാൻ ഇത് വിറ്റ് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലും ഉഷാറായിട്ട് ജീവിക്കാൻ എനിക്കറിയാം. എടാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നടാ. ഉണ്ണിമുകുന്ദനാണോ മോനെ എനിക്ക് കാശ് തരുന്നത് വീഡിയോ ഇടാൻ വേണ്ടിട്ട്? പിന്നെ എന്തോ ഒലക്കൊക്കെയാണോ സിനിമ ഉണ്ടാക്കണേ? നാട്ടുകാർ കാണാനും നാട്ടുകാർ വിമർശനം വരാനും. ഒരു സിനിമയ്ക്ക് വിമർശനം വന്നിട്ട് ഇത്രത്തോളം ചൊറിച്ചില്ല. താ ചുമ്മാ കടന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോ 10 തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആരോടോ പേഴ്സണൽ പോയേ? താനെന്തിനാ മനസ്സിലായിട്ടിരിക്കുന്നത്? ഞാൻ എവിടെ കൂട്ടുകാരെ പറഞ്ഞു? ഞാൻ കൊച്ചിനെ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ എവിടെയാ പറഞ്ഞേ? ഞാൻ ആകെ ഒറ്റ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞേ. ആ കുട്ടി ഞാനും 90s പയ്യൻ തന്നെയാ. ഞാൻ 2000 പയ്യനൊന്നും അല്ല. പൊന്നു മോനെ ഉണ്ണി, എനിക്കും വിളിക്കാൻ അറിയാം. മനസ്സിലായ? ഇത് വിളിക്കാൻ എനിക്കും അറിയാം. ചുമ്മാ ഇതിന്റെ ആൾക്കാർ ഉണ്ടാക്കുന്ന കോണ്ടന്റ് വെച്ചിട്ട് നീ പൈസ ഉണ്ടാക്കുന്നു. നീ നമ്മുടെ കഞ്ഞിൽ മാറ്റിട്ടിട്ട് മറ്റേ ഉണ്ടാക്കണ്ട. എടാ പൊന്നു മോനെ, നിന്റെ സിനിമയുടെ പേരിൽ മൂന്ന് വീഡിയോ ഞാൻ ചെയ്ത. എടാ നീ ഏത് ജിമ്മിൽ? അല്ലെങ്കിൽ നീ നാട് പറ. മലപ്പുറം. നിനക്ക് മാൻലി ടോക്ക് വേണല്ലോ? എന്നാ വാ, എവിടെ സ്ഥലം പറഞ്ഞോ, ഞാൻ വരാം. എനിക്ക് എനിക്ക് എന്നെ തപ്പി പിടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വളരെ ഈസിയാണ്. യു ക്യാൻ കം ഡൗൺ. എടാ എന്നാ വാ, മലപ്പുറം. ആ നീ അഡ്രസ് കോൽമണ്ണ. ആ അഡ്രസ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോ. പിന്നെ വേണമെങ്കിൽ എഴുതിയെടുത്തോ. വാട്സപ്പ് ചെയ്താൽ ഞാനെന്താ മറ്റേ നിന്റെ പി അല്ലേ? എല്ലാവരും പിന്നെ നീ ഇത്രയും ഉണ്ടാക്കുന്നത് നിനക്ക് ഇത്രയും പറ്റിയല്ലോ. അപ്പൊ പിന്നെ നീ അത് പറയണം. ഞാൻ മലപ്പുറം കോൽമണ്ണ. എന്താ പ്രശ്നം വന്നോ? എന്ത് കോൾമണ്ണ? നീ ആരാ? നിന്നെ തപ്പി വരാൻ ആരാ നീ? അപ്പൊ നീയല്ലേ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാന്ന്? ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന്. നീ പേടിച്ചോ? നീ ഇങ്ങോട്ടോ? പിന്നെ എന്റേതാണോ ആവശ്യം? നിന്റെ അല്ല ആവശ്യം. യൂത്ത് മാരിക്കേ ഭോസടിക്കേ. अबे यार चुप कर दे. तेरा ऐसा गालियां मत देना मुझे यार. तेरा औकात अभी दिख रहा है. अभी तेरा औकात दिख रहा है. अभी तेरा औकात अभी दिख रहा है. जो गाली दे रहा है ना वो मर्द वाला नहीं है. जो मर्द वाला बात नहीं है भैया, समझ ले. ये मर्द वाला बात नहीं है. നിനക്ക് ഇതൊക്കെ വെച്ച് കാറ്റുണ്ടാക്കണം. നിന്നോട് ആൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയ നിന്റെ കാണാൻ എടേ